നമ്മളെല്ലാവരും പ്രാർത്ഥനയും നോമ്പും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ ക്രിസ്മസിൽ ഈശോയെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ ക്രിസ്മസിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരും എന്നാലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനഭാഗമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഗരേസനേരുടെ നാട്ടിൽ ഈശോ പ്രവർത്തിച്ച ഒരു സൗഖ്യമാണ്. ഈശോ ആ ഒരു നാട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ദേഹത്ത് ഒരുപാട് അശുദ്ധാത്മാക്കളുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റുള്ള ജനങ്ങളിൽ നിന്നെല്ലാം മാറി ആർക്കും വേണ്ടാത്ത ഒരു ശവകുടീരങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ വ്യക്തിയെ പിടിച്ചു കെട്ടാനും അതുപോലെ തന്നെ പിടിച്ചു വെക്കാൻ ബന്ധിക്കാനും അതൊക്കെ ശ്രമിച്ചപ്പോഴും അതിൽ നിന്നല്ല ആ വ്യക്തി മാറി ആ ശവകുടീരങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ ഒരു വ്യക്തി അവിടെ താമസിക്കുന്ന ആ ഒരു സമയത്ത് ഈശോ ആ നാട്ടിലെത്തുകയും ദൂരെ നിന്ന് തന്നെ ആ മനുഷ്യൻ ഈശോനെ മനസ്സിലാക്കുകയും ഈശോയുടെ അടുത്ത് വന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്നെ പീഡിപ്പിക്കരുത്, ഞങ്ങളെ പോകാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞു ആക്രോശിക്കുകയായിരുന്നു. അപ്പം ഈശോ ആ വ്യക്തിയെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയാണ്. അപ്പോൾ ആ അശുദ്ധാത്മാക്കൾ ഈശോയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഈ അവിടെയുള്ള ഒരു പന്നിക്കൂട്ടത്തിൻ്റെ മേൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു. ഈശോ അത് ആ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ അശുദ്ധാത്മാക്കൾ പന്നിക്കൂട്ടത്തിൻ്റെ മേൽ പ്രവേശിക്കുകയാണ്. അശുദ്ധാത്മാക്കൾ ബാധിച്ച ആ പന്നിക്കൂട്ടം കടൽ തീരത്ത് പോയി കടലിൽ മുങ്ങി ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിരുന്ന പന്നിക്കൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്നവർ ഇതെല്ലാം പോയി അവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറയുന്നു. അപ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ പിശാചി ബാധിതനായിട്ടുള്ള ആ വ്യക്തി ഇപ്പോൾ സ്വബോധത്തോടെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. പക്ഷേ ആ നാട്ടിലുള്ളവർ ചെയ്തത് ഈശോയോട് ആ നാട്ടിൽ നിന്ന് പോകാനാണ് പറഞ്ഞത്. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തിയിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പന്നികളെന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗമായിരിക്കണം. അപ്പോൾ അവർക്കൊരു നഷ്ടം വന്നപ്പോൾ അവർക്ക് അത് ദൈവം കാരണമാണ് ആ നഷ്ടം വന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഈശോയോട് ആ നാട്ടിൽ നിന്ന് പോകാനായിട്ട് പറയുന്നത്. കാരണം ഇനി ഈശോ നിന്നാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ എന്നുള്ളൊരു ഭയത്താലാണ് ആ നാട്ടിൽ നിന്ന് പോകാൻ ഈശോയോട് അവരപേക്ഷിച്ചത്. പലപ്പോഴും നമുക്ക് കുറേ പഠിക്കാനുള്ളപ്പോഴും അതുപോലെ ഒരുപാട് വർക്കൊക്കെ ചെയ്യാനുള്ളപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ കൂടുതലും മുൻഗണന കൊടുക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ? നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ദൈവത്തിന് കൂടുതൽ മുൻഗണന കൊടുത്ത് ജീവിക്കാമെന്നൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ദൈവത്തോട് യെസ് പറയുമ്പോൾ ആ ജീവിതം ഒരിക്കലും അനായാസമായിരിക്കത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം. പരിശുദ്ധ കന്യാമറിയം ഗബ്രിയേൽ മാലാഖയോട് യെസ് പറയുമ്പോൾ ദൈവപുത്ര കുമാരനെ പ്രസവിക്കും എന്ന ഒരു വാർത്ത പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ദൂതനോട് മറുപടി നൽകുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറ്റി എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മറിയത്തിൻ്റെ ജീവിതം ഒരിക്കലും എളുപ്പമുള്ളതായിരുന്നില്ല. അത് കഴിഞ്ഞ് ഔസേപ്പിതാവിനെ കല്യാണം കഴിക്കുന്നു, ഗർഭിണിയാവുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ബത്ലഹേം നഗരത്തിൽ ഒരാവശ്യത്തിന് പേരെഴുതാനായിട്ട് പോകേണ്ടി വരുന്നു. ആ രാത്രിയിൽ തന്നെ മാതാവിന് പ്രസവവേദന വരുന്നു. പ്രസവവേദന തന്നെ വളരെ അസഹനീയമാണ്. കൂടാഞ്ഞിട്ട് അവർക്ക് അന്ന് അവിടെ താമസിക്കാൻ ഒരിടത്തും സ്ഥലം കിട്ടിയില്ല. ഒരു സത്രങ്ങളിലും പല വീടുകളിലും പല ഇടങ്ങളിലായിട്ട് അവർ പോയി. പക്ഷെ അവർക്കെല്ലാം കിട്ടിയത് വലിയൊരു നോയായിരുന്നു എല്ലായിടത്തുനിന്നും കിട്ടിയത്. പക്ഷേ അവിടെ എളിമയുള്ള ആട്ടിടയർ, അവരുടെ ഒരു ചെറിയൊരു കാലിത്തൊഴുത്ത്, അതാണ് രാജാതിരാജന് ജന്മം ഒരുക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത്. കാലിത്തൊഴുത്തിലാണ് അന്ന് ഈശോ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് പുൽക്കൂടിന് ക്രിസ്മസിന് വലിയൊരു മഹത്തായിട്ടുള്ള ഒരു സ്ഥാനം ഉള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും ഒന്ന് ചെറുതാകുമ്പോൾ എളിമയുള്ളവരാകുമ്പോഴാണ് കർത്താവ് നമ്മളെ ഉയർത്തുന്നത്. നമുക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ക്രിസ്മസ് കാലത്ത് എളിയവരാകാം, ചെറിയവരാകാം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി എളിമ കൊണ്ടുള്ള ഒരു പുൽക്കൂടാകാൻ നമ്മുടെ ഹൃദയം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.